ഹായ്, കുറച്ച് നാൾക്ക് മുന്നേ നമ്മുടെ ചാനലിൽ ഒരു ചിക്കൻ ഓംലെറ്റ് റെസിപ്പി ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കിയവർക്കെല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞൊരു റെസിപ്പി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ മറ്റൊരു വെറൈറ്റി ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്, മഷ്റൂം എഗ് സ്ക്രാമ്പിൾ. അതും വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സ്ക്രാമ്പിൾ ചെയ്യാതെ ഓംലെറ്റായിട്ട് തയ്യാറാക്കിയാൽ മഷ്റൂം ഓംലെറ്റ് എന്നും വിളിക്കാം. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ഞാൻ ഷെറിൻ. ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവർക്കും സ്വാഗതം. മഷ്റൂം എഗ് സ്ക്രാമ്പിൾ തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിൽ ചേർക്കാനായിട്ട് 4 വലിയ ബട്ടൺ മഷ്റൂംസ് ആണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയായി അരിഞ്ഞും ഉപയോഗിക്കാം. അരിഞ്ഞു വരുമ്പോൾ ഏകദേശം 1/4 കപ്പോളം ഉണ്ടാവും. ഇനി നമുക്ക് ഈ മഷ്റൂമും ബാക്കി ചേരുവകളെല്ലാം കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിനായി ഒരു പാനിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ എടുക്കുക. ബട്ടർ ഉരുകി വരുമ്പോൾ ചെറുതായി അരിഞ്ഞെടുത്ത 1/2 കപ്പ് സവാളയും ഒപ്പം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂമും കൂടെ ഇടുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു വലിയ അല്ലി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർക്കുകയാണ്. അരിഞ്ഞു വരുമ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉള്ളൂ. അതുപോലെ തന്നെ പൊടിയായി അരിഞ്ഞെടുത്ത 1/2 ടീസ്പൂൺ ഇഞ്ചിയും ഒപ്പം 2 പച്ചമുളക്, അതും തീരെ ചെറുതായി അരിഞ്ഞത് ഒക്കെ കൂടെ നമ്മൾ മീഡിയം ഹൈ ഹീറ്റിൽ സോട്ട് ചെയ്തെടുക്കുവാണ്. മഷ്റൂം വേവാൻ അധികം നേരം വേണ്ടാത്തത് കൊണ്ട് അടച്ചു വെച്ച് വേവിക്കണമെന്ന് നിർബന്ധമില്ല. മീഡിയം ഹൈ ഹീറ്റിൽ നല്ലപോലെ വഴറ്റിയെടുത്താൽ മതി. നന്നായി വഴന്നു വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു നുള്ളു മഞ്ഞൾ കൂടി ചേർത്തിളക്കാം. മഷ്റൂം കൊണ്ട് എന്ത് തയ്യാറാക്കിയാലും നമ്മളതിൽ മഞ്ഞളും വെളുത്തുള്ളിയും ചേർക്കുന്നത് എപ്പോഴും നല്ലതാണ്. ക്യാപ്സിക്കം ഇഷ്ടമുള്ളവർക്ക് അത് ചെറുതായിട്ട് നുറുക്കി ഈ സമയത്ത് വേണേൽ ചേർത്ത് കൊടുക്കാം. മഞ്ഞളിൻ്റെ പച്ചമണം മാറുമ്പോഴേക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. നേരത്തെ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. മുട്ട ഒഴിച്ചതിന് ശേഷം മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്താൽ മതിയാവും. ഇതിൻ്റെ അടിഭാഗം വെന്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഇളക്കി തുടങ്ങാം. ഓംലെറ്റായിട്ട് എടുക്കാനാണെങ്കിൽ മുകൾ ഭാഗവും ഉറച്ചു തുടങ്ങിയതിന് ശേഷം വേണം ഇത് മറിച്ചിടാൻ. മുട്ട വെന്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മഷ്റൂം എഗ് സ്ക്രാമ്പിൾ റെഡി. വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്